തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിമത നീക്കമുണ്ടായിരിക്കുന്നു. അത് പാർട്ടിയിൽ നിന്ന് മമതയെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ സഖ്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് അവർ തീരുമാനിക്കും കാര്യങ്ങൾ. മമതയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലാതായില്ലേ തൃണമൂലിൽ? അല്ല, മമത പാർട്ടി പിരിച്ചു വിട്ടു. ഇവർ പുറത്താക്കും മുമ്പേ മമത പാർട്ടി പിരിച്ചു വിട്ടു. എല്ലാ പ്രാദേശിക ഘടകങ്ങളും പിരിച്ചുവിട്ടു. പ്രാദേശിക ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ പിരിച്ചുവിട്ടു. പിന്നെ ഈ സഹസംഘടനകൾ ഉണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ പിരിച്ചുവിട്ടു. അപ്പോൾ സമ്പൂർണ്ണമായിട്ടും പാർട്ടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പോഷക സംഘടനകളൊക്കെ പിരിച്ചുവിട്ടു. അത് കാരണം ഇനിയിപ്പോൾ മമതയെ പുറത്താക്കിയതിന് മുമ്പ് പാർട്ടിയെ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ലെന്നാണ് മമത എന്തൊരു നിയമപരമായിട്ടുള്ള ഏതൊരു ഉപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണത്. ഇല്ലാത്ത പാർട്ടിയിൽ നിന്ന് പിന്നെ മമതയെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. മമത ഇപ്പോൾ ഉള്ള അധികാരം ഉപയോഗിച്ചിട്ട് പുറത്താക്കി. മറ്റത് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ അവർ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള നീക്കം അവർ നടത്തിക്കഴിഞ്ഞു, 58 MLA. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് യേശുദേവനാണ്. ഉരിയ വാൾ ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ ക്രൂശിലേറ്റും എന്ന് ഉറപ്പുള്ള സമയത്ത് പിടിക്കാൻ വരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി, ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വാളെടുക്കുന്ന സമയത്താണ് പറയുന്നത് ഉരിയ വാൾ ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത്. ഈ വാളെടുക്കുന്നവൻ വാളാൽ എന്ന പ്രയോഗത്തിൻ്റെ ആന്തരാർത്ഥം മുഴുവൻ ബാധകമായിട്ടുള്ളൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അക്രമം കൊണ്ടുണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം മമത ഒരിക്കലും ക്രമത്തിൽ വിശ്വസിക്കുന്നില്ല. മമത ജന്മന അരാജകവാദിയാണ്. മമതയ്ക്ക് അരാജകത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എവിടെ അരാജകത്വം വന്നാലും അവിടെ ഏകാധിപത്യം വരും. അരാജകത്വത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരുന്നത് ഏകാധിപത്യമാണ്. അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ഏകാധിപതിയായിട്ട് മാറും. അങ്ങനെ ഏകാധിപതിയായി തീർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മമത. കമ്മ്യൂണിസ്റ്റുകാർ ഏതെല്ലാം തരത്തിൽ ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടോ, ആ ചെറ്റത്തരങ്ങളെല്ലാം അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ കാണിച്ചാണ് മമത ബംഗാളിൽ പിടിച്ചു നിന്നത്. വിദേശത്തു നിന്ന് വന്ന പൗരന്മാർക്ക് ആനയും അമ്പാരയും വെച്ചുകൊണ്ട് സ്വീകരണം കൊടുത്ത്, അവർക്ക് ആധാർ കാർഡ് കൊടുത്ത്, റേഷൻ കാർഡ് കൊടുത്ത്, ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തു, ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തു, ഭൂമി കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. പിന്നെ പ്രകടമായും മുസ്ലിം ഐഡൻറ്റിറ്റി ആണ് രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തി മുസ്ലിം വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കി നിർത്താൻ വേണ്ടി പരിശ്രമിച്ചു. മുസ്ലിങ്ങൾക്ക് തോന്നിയ രീതിയിൽ അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തു. അപ്പോൾ അഴിഞ്ഞാട്ടം എന്നുള്ളത് മമതയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ ശൈലിയായിട്ട് മാറി. മമതാ ശൈലി എന്ന് പറഞ്ഞാൽ അതാണ്. മമത നിന്ന് കഴിഞ്ഞാൽ മമത സ്റ്റേജിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നടന്നുകൊണ്ടാണ് മമത പ്രസംഗിക്കുന്നത്. അവിടെ വരുന്ന ഈ അത്തപ്പാടികളെല്ലാം മമതയുടെ കാലിൽ നമസ്കരിച്ചുകൊണ്ട് മമതയിൽ നിന്ന് അനുഗ്രഹം തേടുകയാണ്. അങ്ങനെ കാലിൽ നമസ്കരിച്ച് അനുഗ്രഹം തേടുന്ന തൻ്റെ പ്രജകളെ പരിപാലിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രാജ്ഞിയായിട്ട് വിരാജിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് മമത. അത് സ്വാഭാവികമായിട്ടും അതിന് അന്ത്യം വരും. ആ അന്ത്യം ഇതുപോലെ തന്നെ കല്ലിന്മേൽ കല്ല്, വീണ്ടും ഞാൻ ബൈബിൾ ഉപയോഗിക്കട്ടെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ശിഥിലമായി പോകും എന്നുള്ളതാണ്. ഇന്ന് അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ശിഥിലമായി പോയി. മമതയുടെ കൂടെ ഇപ്പോൾ MLA-മാരില്ല, മമതയുടെ കൂടെ MP-മാരില്ല, മമതയുടെ കൂടെ ഇപ്പോഴുള്ളത് അവരുടെ മരുമകൻ മാത്രമാണ്.
മമതയുടെ കൂടെ ഇപ്പോഴുള്ളത് ക്ഷമിക്കാൻ കഴിയാത്ത ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പറ്റം കൊള്ളസംഘങ്ങളാണുള്ളത്. മമതയുടെ കൂടെ ഇപ്പോഴുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരല്ല, ഇത് റോബേഴ്സാണുള്ളത്. റോബറിയാണ് മമതയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി. ഒന്നാലോചിച്ച് നോക്ക്, മമതയെ പിന്തുടർന്നുകൊണ്ട് വന്ന, മമത വളർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം ഏത് തരത്തിലുള്ളതായിരുന്നു? പാർട്ടി യൂണിയൻ ഓഫീസിൽ, കോളേജ് യൂണിയൻ ഓഫീസിൽ 1 കോടി രൂപ ചെതലെടുത്തു പോയി. ഒന്നാലോചിച്ച് നോക്ക്, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന പണമാണ്. അവരാണ് ഈ ക്യാമ്പസിൽ രാഷ്ട്രീയം വേണമെന്ന് പറയുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന യൂണിയൻ ഓഫീസ്, സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസുകൾ ക്രിമിനൽ സംഘങ്ങൾക്ക് ആയുധം സൂക്ഷിക്കാനുള്ള ആയുധപ്പുരകളായി അവിടെ മാറിയെന്ന് മാത്രമല്ല, കേരളത്തിലും മാറിയിട്ടുണ്ട്. അതെ, യൂണിവേഴ്സിറ്റി കോളേജ് ഉദാഹരണം. അല്ല, മാരേജ് കോളേജ് വേറൊരു കാര്യം. എന്ന് മാത്രവുമല്ല, ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നതാണ് പാർട്ടിക്കൂറ് തെളിയിക്കാനുള്ള അവസരം എന്ന് കരുതി പാർട്ടി സഖാക്കളായി മാത്രം വിലസുന്ന കുറേ അധ്യാപകരുണ്ടല്ലോ. അവരുടെ സഹകരണത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് അനർഹമായി പ്രവേശനം കൊടുക്കുന്ന ഏജൻറ്റുമാരായിട്ട് ഈ യൂണിയൻ നേതാക്കൾ മാറിയിട്ടുണ്ട്. ആ യൂണിയൻ നേതാക്കളുടെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിയാണ് ആർഷോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് അറിയാമല്ലോ. പിന്നെ അവരുടെ മുദ്രാവാക്യവും തന്നെ എന്താണ്? പറയുന്നതാരാണ് ഓർത്തോളൂ, SFI ആണ് ഓർത്തോളൂ. പറയുന്നതാർ, ഇത് ഭീഷണിയല്ലേ? ഭീഷണി മുഴക്കാനുള്ളതാണോ ജനാധിപത്യം? ജനാധിപത്യത്തിൽ ഭീഷണിയില്ലല്ലോ. അല്ല സാർ, അവർക്ക് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസ്റ്റ്, അതാണ് അവരുടെ. ആ ജനാധിപത്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് സാർ, അവർക്ക് മാത്രമേ ഉള്ളൂ. അല്ല, കണ്ടീഷൻ സപ്ലൈ എന്നാണ് അതിന്റെ അർത്ഥം. പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവർക്ക് എന്ത് ജനാധിപത്യം? ഇവർക്ക് ജനാധിപത്യവുമില്ല, ഇവർക്ക് മതേതരത്വവുമില്ല, ഇവർക്ക് സോഷ്യലിസവുമില്ല. ഇവർക്കുള്ളത് ഗുണ്ടായിസം മാത്രമാണ്. കേരളത്തിൽ കാണുന്ന ഗുണ്ടായിസത്തിൻ്റെ 10 മടങ്ങ് ആയിരുന്നു ബംഗാളിൽ കണ്ട ഗുണ്ടായിസം. വടിവാള്, ബോംബ്, കറൻസി നോട്ടുകൾ, എന്തൊക്കെയാണ് ഒരു കോളേജ് യൂണിയൻ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളത്? അത് ഉപേക്ഷിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് എന്തോ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു പോകില്ലല്ലോ, ഈ പണമെങ്കിലും എടുത്തുകൊണ്ട് പോകില്ലേ? മയക്കുമരുന്ന്, ഇന്നിപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിൻ്റെ സുഗമമായ വ്യാപാരം നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യാപാരത്തിൻ്റെ പിന്നിൽ ബംഗാളിൽ പ്രവർത്തിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. കേരളത്തിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതാണ്. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽപ്പെട്ട പലതും ജയിലിലാകും. SFI മാത്രമല്ല, യൂണിയൻ നേതാക്കൾ പൊതുവിൽ. അപ്പോൾ ബംഗാളിലെ ഇത് മമതയുടെ പാർട്ടി തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ച അതിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അരാജകത്വത്തിലും അക്രമത്തിലും പടുത്തുയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായി അതിൻ്റെ ആന്തരികമായ വൈകല്യങ്ങളും കൊണ്ടും ശക്തിക്ഷയം കൊണ്ടും തകർന്ന് വീണ് ഇന്നിപ്പോൾ അത് തകർന്നു കഴിഞ്ഞു. ഇനി ഏത് പാർട്ടിയെ പ്രതിനിധീഭവിച്ചുകൊണ്ട് മമത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കും? പിരിച്ചുവിടപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവോ? പാർട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? പാർട്ടിയില്ലല്ലോ. ഇല്ലാത്ത പാർട്ടിയുടെ നേതാവായിട്ടാണോ മമത 8-ാം തീയതി ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്? മമത യോഗം വിളിച്ചിട്ട് 6-8 MLA-മാരെ റെസ്പോണ്ട് ചെയ്തുള്ളൂ. ബാക്കി MLA-മാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഇവരുടെ ഫോൺ എടുക്കുന്നില്ല, കോള് റിജക്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മമത എന്ന് പറഞ്ഞാൽ തൊടാൻ വയ്യാത്ത വിധത്തിൽ അസ്പർശയായ ഒരു സ്ത്രീയായി മാറി എന്നല്ലേ അതിൻ്റെ അർത്ഥം.
ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു ഭരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. മമതയുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റെന്താണ് ലാലു പ്രസാദ് യാദവൊക്കെ എത്രയോ ഭേദമാണ്. ഇത് ഒരു രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ച് ആ പണം മുഴുവൻ തനിക്കും തൻ്റെ ബന്ധുക്കൾക്കും വേണ്ടി സൂക്ഷിച്ചേക്കാണ്. തന്നോടൊപ്പം നിൽക്കുന്നവർക്കെല്ലാം കൊള്ളയടിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്ത്. മമതാ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അഴിമതി മാത്രമായിരുന്നു. മറ്റൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നില്ലേ, പാർത്ഥ ചാറ്റർജി? അതെ, പാർത്ഥ ചാറ്റർജി എന്നല്ലേ അയാളുടെ പേര്? അതെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടിയും കൂടി എത്ര കോടി അടിച്ചു മാറ്റിയത്? അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഒറ്റക്കല്ല അടിച്ചു മാറ്റിയിരിക്കുന്ന, ഞാൻ അടിച്ചു മാറ്റിയതിൻ്റെ വിഹിതം മമതയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. 8,000 ചില്ലാനം കോടി രൂപയാണ് അടിച്ചു മാറ്റിയത്. ഒരു മന്ത്രി ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, അതും വിദ്യാഭ്യാസം പോലുള്ളൊരു കാര്യം നടത്തുന്നതിൽ ചെയ്ത അഴിമതിയുടെ കണക്കാണ് 8,000 ചില്ലാനം കോടി രൂപ. അദ്ദേഹത്തിന് അതിനുവേണ്ടി ഒരു സിനിമാ താരമായിട്ടുള്ളൊരു നടി ഉണ്ടായിരുന്നു, സിനിമയിൽ എന്തോ ചെറിയ വേഷമൊക്കെ ചെയ്യുന്നൊരു നടി. ആ നടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടി. ആ വെപ്പാട്ടിയും അദ്ദേഹവും കൂടി പണം ഉണ്ടാക്കിയിട്ട് മമതയ്ക്ക് കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോഴും മമത പ്രതിഷേധിച്ചു. അപ്പോൾ ഇതാ തീപ്പൊരി നേതാവ് എന്നും ഇടിമിന്നൽ പോലത്തെ നേതാവ് എന്നും ആദർശത്തിൻ്റെ ആൾരൂപം എന്നും എല്ലാം പുകൾപ്പെറ്റിരുന്ന മമത എന്തിൻ്റെ എല്ലാം പേരിലാണോ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെട്ടിരുന്നത്, അതെല്ലാം വെറും പൊയ്വാക്കുകളായിരുന്നു. മമത ഇതിൻ്റെ നേരെ എതിർ ദിശയിൽ സഞ്ചരിച്ച് രാജ്യത്തെ ഒറ്റുകൊടുത്തൊരു നേതാവാണ് എന്നതിൽ രാജ്യദ്രോഹിയായി മമത മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നത് രാജ്യദ്രോഹിയുടെ പാർട്ടിയാണ്. ആ രാജ്യദ്രോഹ കുറ്റത്തിന് മമതയെ വിചാരണ ചെയ്യുക തന്നെ വേണം. മമതയെ വെറുതെ വിടാൻ പറ്റില്ല. പാർട്ടി പിരിച്ചു വിട്ടതുകൊണ്ടോ മമതയുടെ കൂടെയുള്ള MLA മാർ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി മാറിയതുകൊണ്ടോ MP മാർ വേറൊരു സെറ്റുണ്ടാക്കി നിന്നതുകൊണ്ടോ ഒന്നും തീരില്ല. മമതയെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്ത് ശിക്ഷിക്കണം. അവരുടെ മരുമകനെയും. അവരുടെ മരുമകനെ തല്ലിയതാരാണ്? നാട്ടുകാർ, TMC പ്രവർത്തകരാണ്. TMC പ്രവർത്തകരാണ്. അത് BJPയുടെ തലയിൽ വെക്കാൻ നോക്കി, നടന്നില്ല. കേരളത്തിൽ CPM-നെ തോൽപ്പിച്ചതാരാണ്? CPM-കാർ തന്നെയാണ്. ഒരു കിട്ടിയ അവസരത്തിൽ അവർ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ. അടുത്ത പടിയായിട്ട് CPM-ലെ നേതാക്കളും ഇതുപോലെ തന്നെ തെരുവിലിറങ്ങിയാൽ തല്ലുകൊള്ളുന്ന അവസ്ഥ വരും. അടുത്ത വലിയ ദൂരമൊന്നും ആ കാര്യത്തിലില്ല. മമത എപ്രകാരമാണോ തകർന്ന് തരിപ്പണമാകുന്നത്, അതിനേക്കാൾ വേഗത്തിൽ ഇപ്പോൾ കേരളത്തിന് മാത്രം പറയാനുള്ളൂ, വേറെ എങ്ങും ഇല്ല ഈ പാർട്ടി. കേരളത്തിൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നൊരു പാർട്ടിയാണ് CPM. അത് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള എല്ലാവരും മത്സരിച്ച് അഴിമതി നടത്തുകയാണ് ചെയ്തത്. അവരുടെയൊക്കെ ശരീരഭാഷ മാറി. എല്ലാവരും ദുർമേധസ് പിടിപെട്ടവരായി. മിക്കവാറും പാർട്ടി നേതാക്കൾക്കെല്ലാം ഒബീസിറ്റി ഉണ്ട്. മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ഒബീസിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ഒബീസിറ്റി ഉണ്ട്. ആ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അട്ടയെപ്പോലെയാണ്. നാട്ടുകാരുടെ ചോര കുടിച്ച് വീർത്തതാണ് ആ ശരീരം. എവിടെ അഴിമതി ഉണ്ടോ അവിടെ പാർട്ടി ഉണ്ട് എന്ന് പറയുന്ന രീതിയിലെത്തി. അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടി ഇതുപോലെ തീരുകയും അവശേഷിക്കുന്നവർ ആ പാർട്ടിയെ ഒറ്റുകൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഇന്ന് മമതയ്ക്ക് പറ്റിയത് നാളെ ഇവിടെ CPM-നും പറ്റും. ഒരേ രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾ അഹങ്കാരത്തോടു കൂടി നിൽക്കും എന്നാണ്. ED വന്നാൽ ഞങ്ങൾ EDയെ നേരിടും. ED ആര്? ഞങ്ങളുടെ മുന്നിൽ. ഞങ്ങൾ EDയെ തല്ലും. രാജ്യത്തെ നിയമം അവർക്ക് ബാധകമല്ല. ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് വിശ്വാസമില്ല. ഇതിനേക്കാൾ 10 മടങ്ങ് വൃത്തികേടായിട്ട് പ്രവർത്തിച്ച നേതാവിൻ്റെ പാർട്ടിയാണ് ഇന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത്. മമത ദയ അർഹിക്കുന്നില്ല എന്നേ ഞാൻ പറയൂ.